ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആരിഫ. എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, രണ്ടാം വിവാഹം കഴിച്ചതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഭർത്താവ് എങ്ങനെ മരണപ്പെട്ടത്, എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ആ ഒരു സ്റ്റോറി പറയാം എന്ന് വിചാരിച്ച് ഞാനിന്ന്. പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് മരണപ്പെട്ടത്, എത്ര വർഷം നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് എന്നൊക്കെ ചോദിച്ചിരുന്നു, എത്ര മക്കളാണ് എന്നൊക്കെ. ഞാൻ പല പ്രാവശ്യവും മക്കളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറി ഇക്കാൻ്റെ മരണം എങ്ങനെ ആയിരുന്നെന്നും അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ കരയില്ല എന്നൊക്കെ ശബ്ദം ചെയ്തിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചൊക്കെ എൻ്റെ മനസ്സിൽ വിഷമം ഇല്ലാതിരിക്കില്ല, കുറച്ചൊന്നല്ല കൂടുതലുണ്ടാവും. എന്നാലും ഞാനത് ഒതുക്കിയിട്ട് നിങ്ങളോട് പറയാം. നമ്മൾ ഒന്ന് വിചാരിക്കുമ്പം വേറൊന്ന് നമ്മളെപ്പറ്റി ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും പടച്ചിറപ്പ്. അത് ആ അവസ്ഥയിൽ കൂടെ തന്നെ നമ്മൾ കടന്നു പോകും. അത് നമ്മൾ എത്ര നമ്മൾ മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചാലും, നമ്മളായിട്ട് തട്ടി മാറ്റാൻ നോക്കിയാലും വിധി നമ്മളെ അതിൽ കൊണ്ട് എത്തിക്കും. 20 വർഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളത്. ഹിക്കക്ക് പറയാത്തൊക്കെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. നല്ല ആക്റ്റീവായിട്ടാണ് ആൾ നടക്കുക. എന്തിനും നല്ലൊരു സ്ലിം ബോഡിയാണ്. അമിതമായി ഭക്ഷണം കഴിക്കില്ല, ആർത്തിയോടെ ഭക്ഷണം കഴിക്കില്ല. ലിമിറ്റഡിന് എത്ര നല്ല ഫുഡാണെങ്കിലും ലിമിറ്റഡ് ആയിട്ടേ കഴിക്കുള്ളൂ. അത്യാവശ്യം ഈ സിഗരറ്റ് ഒഴികെ ബാക്കിയെല്ലാം, സിഗരറ്റ് മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ഏകദേശം ഒരു 8-10 പാക്കറ്റ് ഒരു ദിവസം വലിക്കും. പിന്നെ ചുരുങ്ങി ഒരു 5-6 പാക്കറ്റായി. അതില്ലാതെ ആൾക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അത് നമ്മളിപ്പോൾ എങ്ങനെ നിർത്താൻ വിചാരിച്ചാലും നിൽക്കില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ വലിക്കും. അകത്ത് വന്നാൽ മുറിച്ചിട്ടാലും അതിന് ഡബിൾ അവർ കൊണ്ടുവരും. അതിനുള്ളിൽ ഞാൻ കുരുമുളക് പൊടി വരെ, ഞാൻ പകുതിയോളം എടുത്തിട്ട് കുരുമുളക് പൊടി വരെ ഞാൻ കുത്തി നിറച്ച് വെച്ചിരുന്നു. അന്ന് ചുമച്ചിട്ട് ആകെ പിന്നെ എനിക്ക് തന്നെ കഷ്ടമെന്ന് തോന്നി. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധാരണ വൈറൽ ഫീവർ അങ്ങനെയൊക്കെയുള്ള നമ്മളെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇക്കാക്ക് അങ്ങനത്തെ ഒരു അസുഖം ജലദോഷം പോലും വരില്ല. അങ്ങനെയുള്ള ഒരു ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരുമ്പോൾ പറയും, എന്നെ കണ്ടില്ലേ, ഒരു ചുമ പോലും ഇല്ല, ജലദോഷം പോലും വന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ എന്നൊക്കെ പറയും. മകളെ കല്യാണം, അതായത് ട്വിൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആദ്യത്തെ മകളെ മൂത്തതെന്ന് പറയാനില്ല, സെക്കൻഡുകൾക്ക് മൂപ്പേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ് അവളെ ആദ്യത്തെ പെരുന്നാളിൻ്റെ വിരുന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഇപ്പം ഇക്കാൻ്റെ പെങ്ങളെ മകനാണ് കല്യാണം കഴിക്കുന്നത്, രണ്ടാമത്തത്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ അവൻ പറഞ്ഞു, പിന്നെ ഇക്കാക്ക കൊണ്ട് കൊണ്ടുവരാൻ എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞു മാമനോട്. അപ്പം ഇക്ക അവളെ കൊണ്ട് വിടാൻ പോകണം. അന്നാണ് ഇക്കാക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നം വരുന്നത്. അപ്പം അതിൻ്റെ തലേന്ന് എന്നോട് പറഞ്ഞിരുന്നു, നൈറ്റിൽ എൻ്റെ കാല് ഞാൻ വെക്കുന്നിടത്തല്ല, പെരുന്നാരാവിൻ്റെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ കാല് താഴെ വെക്കുമ്പോൾ വിറച്ച് തെന്നി പോകുന്നുണ്ട് ഒരു കാലിൽ നിന്ന്. ഞാൻ പറഞ്ഞേ, കാലും പോവും കൈയും പോവും, പെരുന്നാളല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഥ അല്ലടി, എനിക്ക് ഞാൻ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് കാല് പോകുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ പിന്നെ ബാത്റൂമിൽ പോകാൻ ഞാൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാലൊന്ന് പിന്നെ പിടിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകണം. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. എനിക്ക് കാലിന് ഒരു ബാലൻസ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അങ്ങനെ ഉറങ്ങി. നേരെ കൊടുത്തപ്പോൾ അതിന് മുമ്പൊക്കെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കാലിങ്ങനെ വിറച്ച് തെന്നി രാത്രിയിൽ പോകുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അത് അറിയുന്നില്ല എന്നുള്ളൂ. കാരണം ആള് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഉറക്കത്തിൽ ഒന്നും ആളറിയുന്നില്ല, പക്ഷെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ ഇല്ലാത്തൊരു ഇതാണ് നിങ്ങൾക്ക് എന്താ അടങ്ങിക്കിടന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം എന്നോട് അറിയാം, എന്താടി ഇതെന്താ പറയുന്നത്, ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ അല്ലേ എന്നൊക്കെ പറയും. അപ്പം എനിക്ക് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവണില്ല, എനിക്കും മനസ്സിലാവണില്ല, ഉറക്കത്തിലല്ലേ. അപ്പം അങ്ങനെ ആയി പോകുന്നതായിരിക്കും. എനിക്ക് ഉറക്കമില്ലാഞ്ഞിട്ട് തോന്നിപ്പോണാണോ എന്തൊക്കെ എന്നോ അറിയില്ല. സത്യത്തിൽ അതാണ് നടന്നത്. അത് ഞരമ്പിലിങ്ങനെ ഇതായി കാല് പിന്നെ കുഴഞ്ഞു പോകുന്ന മാതിരി ആയതാണ്. അങ്ങനെ ഞങ്ങൾ ചൂട് പിടിപ്പിക്കലും പിന്നെ എന്താ പറയുക, ഈ തുണി പിടിച്ചിട്ട് ചൂട് പിടിപ്പിക്കലും താക്കലൊക്കെ ആയിട്ട് തണുപ്പ് കൂടിയിട്ടാണോ എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കി. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വാ നമുക്ക് പോയി നോക്കാമെന്ന്. അങ്ങനെ അന്ന് ഒരു 4-5 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരിക്കും. തിരൂരാദ്യം ക്ലിനിക്കിൽ പോയി, അവിടെ നിന്ന് പറഞ്ഞ ഒരു എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം. അങ്ങനെ പിന്നെ താന്നൂർ പോയി, അങ്ങനെ പിന്നെ വീണ്ടും തിരൂർ പോയി, പിന്നെ അവിടുന്ന് പിന്നെ വീണ്ടും ഞങ്ങൾ കൊടക്കലിൽ പോയി, പിന്നെ അവിടുന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണൊക്കെ എത്തുന്നു. പെരിന്തൽമണ്ണൻ്റെ മുന്നേ ഞങ്ങൾ കോട്ടക്കൽ പോകുന്നു. അവിടുന്ന് പിന്നെ പെരിന്തൽമണ്ണയിൽ എത്തുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ കോട്ടക്കൽ പോയിട്ട് അവിടെ കുറച്ച് ദിവസം ഞങ്ങൾ അഡ്മിറ്റ് എടുത്തു. ഒരു 8 ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ കുടുംബത്തിലെ നാഥനാണിത്. പിന്നെ ഞാനൊരു ടൈലർ ഷോപ്പ് ഉണ്ട്, ഞങ്ങൾ വാടക വീട്ടിലാണ്.
ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ സിറ്റുവേഷനാണ്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ പിന്നെ ഇത് താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അപ്പം പിന്നെ വേറെ എവിടേക്കും റെഫർ ചെയ്യാൻ പറ്റുമോ ആൾക്കാരെന്ന് വെച്ചപ്പം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പറ്റും. പക്ഷേങ്കിൽ മെഡിക്കൽ കോളേജിൽ ജെൻസിൻ്റെ ആണുങ്ങളെ വാർഡിലല്ലേ, നിങ്ങളെങ്ങനെയാണ് അവിടെ പോയിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അത്. പിന്നെ എന്ന് മാത്രമല്ല, ഈ എമർജൻസി ഉള്ള കേസ് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം അങ്ങനെ കിടത്തിയിട്ടിട്ട് അവരെ പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിടിച്ച് വരുമ്പോൾ ഇതിൻ്റെ ടൈമും വളരെ വൈകും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. പിന്നെ മാത്രമല്ല, ആ ഡോക്ടറൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. അവർ മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന റൂം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന്. റൂമിൻ്റെ പൈസ ഒന്നും വാങ്ങിയില്ല. അത് VIP കൊടുക്കുന്ന റൂമാണ്. അപ്പോൾ അതിന് ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേന്ന്, AC ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞ് തൽക്കാലം നിങ്ങളിവിടെ നിന്നോ, അതിൻ്റെ ക്യാഷ് ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ MRI പിന്നെ CT അങ്ങനെയൊക്കെയുള്ള സ്കാനിങ് ഒക്കെ അവിടെ വെച്ചിട്ട് നടത്തി. അപ്പോൾ അവർ പറഞ്ഞു കാലിൻ്റെ ഞരമ്പിന് പ്രത്യേകിച്ച് എന്തോ കുഴപ്പമുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ നേരെ ഇവിടേക്ക് കൊണ്ടുപോകുന്നതാണ്, EMS കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു എഴുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ വിടുകയാണ്. EMSലെത്തി അവിടെ ഡോക്ടറെ കാണിച്ച്, തോമസ് ഡോക്ടറാണെന്ന് തോന്നുന്നു, പേരിപ്പം മറന്നു പോയിക്കണം. അന്ന് ഞങ്ങൾക്കത് എന്താ പറയുക, വളരെ കൺകണ്ട ദൈവം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. അപ്പോൾ സാറെ കാണിച്ചു. സാറെ കാണിക്കാൻ കുറേ ടൈം പിടിച്ച് ഞങ്ങൾ നിൽക്കലും ഇരിക്കലൊക്കെ ആയിട്ട് എനിക്കൊക്കെ തീരെ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ റൂമിൽ കണ്ട് ചെന്ന് കൺസൾട്ടിങ് റൂമിൽ ചെന്നേക്ക് സാറ് പിന്നെ അറ്റൻഡർമാരെ വിളിപ്പിച്ച് പെട്ടെന്ന് സ്ട്രെച്ചർ കൊണ്ടുവന്ന് അതിമ കിടത്തി, ഒരിക്കൽ പോലും നിൽക്കുക ഇരിക്കുക ചെയ്യാൻ പാടില്ല, കിടക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടത്തിയിട്ടാണ് പിന്നെ ചെക്കപ്പ് ചെയ്തത്. ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി 12 ദിവസം എനിക്ക് ഇദ്ദേഹത്തിന് വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹം ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പം കോൺട്രാക്ടറായിട്ടായിരുന്നു നിന്നിരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില വർക്കുകളൊക്കെ ആൾ തന്നെ ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യലുണ്ടോ, കൂടെ പണിക്കാരൊപ്പം നിന്നിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തിരൂർ പിന്നെ ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വണ്ണമുള്ള കയറാണ് ഉണ്ടാവല്. ആ കയറ് പിടിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ഏതെന്ന് അറിയില്ല, കയറ് പൊട്ടിയിട്ട്, വണ്ണം തന്നെ നല്ല വണ്ണമുള്ളതാണ്. അത് വെയിറ്റ് ഉണ്ടാക്കി വാങ്ങുന്നതാണ്. പൊന്നാനി ഭാഗങ്ങൾ അവിടെയൊക്കെ പോയിട്ടാണ്, കോഴിക്കോട് ഇവിടെ നിന്നൊക്കെ കയറ് വാങ്ങുന്നതാണ്. കാരണം വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ 5, 8, 6 ആളൊക്കെ ഒരു കയറിന് തൂങ്ങിയിട്ട് പെയിൻറ്റിങ് ചെയ്യാനുള്ളതാണ്. കയറ് എങ്ങനെ പൊട്ടി വീണെന്നുള്ളത് അറിയില്ല. ആള് 4 നിലയുടെ മുകളിൽ നിന്ന് താഴെ വീണ് തെറിച്ച്, കല്ലിൽ തട്ടി തെറിച്ചിട്ട് താഴെ വീണു. പക്ഷെ ആൾക്ക് ബോധം ഉണ്ടായിരുന്നു. പിന്നെ ആളെന്നെ എണീച്ച് നിന്നു. എന്നതിന് ശേഷമാണ് പണിക്കാരെന്നെ വിളിച്ചത്. അങ്ങനെ അവർ വണ്ടിയിൽ കൊണ്ടുപോയി, ഒരാൾ ഇവിടെ പറയാൻ വേണ്ടി വണ്ടിയിട്ട് വന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തത്. തിരൂർ വെച്ചിട്ട് തന്നെയാണ് ആളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എല്ലിൻ്റെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഷീൻ വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ആ ഒരു ഇതിൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടാണ് ഇത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്തില്ല. അവർ കുറച്ച് പെയിനുള്ള ഗുളികയും മരുന്നുകളും തന്ന് കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റ് എടുത്തി. അവിടെ അതേപോലെ എക്സ്റേ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അനങ്ങാതെ നിൽക്കണം എന്ന് പറഞ്ഞേ. അനങ്ങാതെ കിടന്നാൽ അത് ശരിയായിക്കോളും, അല്ലാതെ ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ്. നട്ടെല്ലിനാണ് ചെറുതായിട്ടൊരു സ്ക്രാച്ച് വീണിരുന്നു. അപ്പോൾ പിന്നെ പ്രായമുള്ള ഏജുള്ള ആളല്ലേ, അപ്പം കുറച്ച് ടൈം പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതേപോലെ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള കട്ടിൽ അതിൽ കിടക്കുക, പിന്നെ ടോയ്ലറ്റ് പോക്കും ഒക്കെ അങ്ങനെ തന്നെ കിടന്നിട്ടായിരുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം അങ്ങനെ കിടന്ന് പിന്നെ ആൾ എണീക്കുന്നതും ഈ സമയങ്ങളിലാണ്. മോളെ കല്യാണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞ് ബൈക്കൊന്നും ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത്. അത്ര പെട്ടെന്നൊന്നും ബൈക്ക് ഓടിക്കരുത്, പ്രത്യേകിച്ച് നമ്മളവിടുത്തെ കുണ്ടും കുഴിയുള്ള റോഡല്ലേ. ബൈക്ക് ഗട്ടറിലും ഇതിലൊക്കെ വീഴുമ്പോൾ നട്ടലിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലിന്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ കേൾക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ്, തൊട്ടടുത്ത് തന്നെ 2 അടി നടക്കണുള്ളൂ. പക്ഷേ അപ്പോഴും ബൈക്ക് എടുക്കും. അത് അവരെ ചെറുപ്പത്തിലുള്ള ശീലമാണ്. അപ്പം നമ്മൾക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ബൈക്കിനോട് ഇൻട്രസ്റ്റുമാണ് ആൾക്ക്. അപ്പോൾ ബൈക്കില്ലാതെ എവിടേക്കും പോവില്ല. അപ്പോൾ അങ്ങനെ ബൈക്കിൽ പോയി ആയതാണ് ഇത്. 1 മാസം 2 മാസമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കണം. അപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടാണെന്നാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ 12 ദിവസമാണ് പറഞ്ഞത്. ഈ 12 ദിവസം ഞാൻ താഴെ നിന്നിട്ടില്ല. ഞങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഞങ്ങൾ അഡ്മിറ്റ് കിടത്തിയിരുന്നത്. പക്ഷേ താഴത്തും മുകളിലുമായിട്ട് ഓടിക്കൊണ്ടിരിക്കണേ. അതായത് കഫം, മൂത്രം, പിന്നെ എന്തൊക്കെ പറ്റും, യൂറിന് എന്തൊക്കെ പറ്റും ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡ്, എക്സ്റേ, കഫൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പല പ്രാവശ്യമായിട്ട്. പിന്നെ ഇത് എല്ലാ എക്സ്റേകളും പല സമയത്തായിട്ട് എടുത്തുകൊണ്ടിരിക്കണം. ഓടി തളരാണ്. ഇവിടുന്ന് അവിടേക്ക് ഫുൾ എക്സാമാണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിനിടയിൽ അവർ ഗുളിക പെയിനുള്ള കൊടുക്കുന്നുണ്ട്. ബാക്കി അത്ര അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ചികിത്സകൾ അവിടെ നടക്കുന്നില്ല. വെറും ടെസ്റ്റ് മാത്രം. അങ്ങനെ ടോയ്ലറ്റിൽ പോലും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ കിടത്തത്തിലാണ് എല്ലാം ചെയ്യുന്നത്.
അങ്ങനെ എനിക്ക് 12ാമത്തെ ദിവസം രണ്ടാമത്തെ മോളെ നിക്കാഹാണ്. നിക്കാഹിന് പറഞ്ഞാൽ അങ്ങനെ അവർ നിർബന്ധിച്ചിട്ട് ആണിൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഞങ്ങൾ പറയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കണില്ല. മോള് ക്ലിനിക്ക് വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ കുടുംബക്കാർ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ നിക്കാഹ് ചെയ്തെന്നാൽ മതി, ബാക്കിയൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ആ തിരക്ക് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ അധികം പുറത്ത് പറഞ്ഞിട്ടില്ല. എന്നോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അവർ ഇതിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും കൂടെ ഉണ്ടോ? അത് തലേന്ന് എന്നോട് ചോദിച്ചിരുന്നു നാളെ ആരെങ്കിലും ആണുങ്ങളെ നിർത്തണമെന്ന്. പക്ഷേ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന കാരണം ഇവർ കുറേ ദൂരമുണ്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ. അപ്പം എല്ലാവരും പണിയിലുള്ളവരുണ്ട്, പണി കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിൽ ഈ കാര്യത്തിന് പോകാൻ, എനിക്ക് അതിൻ്റെ കാര്യം ഒക്കെ ശരിയാക്കാനും നോക്കാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വരും, എന്നോട് പറഞ്ഞോളൂ തന്നെ. കാരണം ഒരു പ്രാവശ്യത്തെ കഴിഞ്ഞിട്ട് 2ാം പ്രാവശ്യത്താണ് ഇപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ട് ഞാൻ മനസ്സ് കരഞ്ഞ് നടക്കണം ഓടിയിട്ട്. പിന്നെ സ്വന്തം മോളെ ഒരു നിക്കാവിടെ നടക്കുന്നത്, ഇതൊക്കെ ഇതിനിടെ കൂടെ നടക്കുമ്പോൾ നമ്മളെ മനസ്സ് ഏതായാലും എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് പാകമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞോളൂ സാറേ, എന്തായാലും ഞാൻ അത് കേൾക്കാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കൂലേ ഞാനെന്നാണ്. അപ്പോഴും അവർക്ക് പറയാനൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം, നിങ്ങളുടെ ഹസ്ബൻഡ് ക്യാൻസറിൽ ലാസ്റ്റ് സ്റ്റേജ് 4th എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഞങ്ങൾ പറയാ, ആദ്യം പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ എൻ്റെ മോളെ പാദസരമൊക്കെ വിൽക്കാൻ പോയി വിറ്റു, പിന്നെ മരുമോന് ഓപ്പറേഷത്തിനുള്ള പൈസ തയ്യാറാക്കാൻ. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഞാനത് പറഞ്ഞേക്ക് അവനവിടെ ഇവിടെ പോയി വിൽക്കൽ കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നോട് ചോദിച്ചത് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്താണ്, എന്താണ് ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെ അവസ്ഥ എന്നൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും, പിന്നെ ഇത് ചെയ്യാൻ വരട്ടെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇന്നൊരു ക്യാമ്പ് ഉണ്ട്, അപ്പോൾ ക്യാമ്പിന് പോയിട്ട് വരുമ്പോൾ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും, RCCയിലാണ് അപ്പോൾ ഡോക്ടർ. അപ്പോൾ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇതൊന്ന് അവതരിപ്പിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്നും കൂടെ ആളെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിവിടെ സ്വർണ്ണത്തിന് വിൽക്കലൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോൾ ഡോക്ടർ പിറ്റേന്ന് ഇതുപോലെ വന്നു. അവർ എല്ലാവരും കൂടെ ഒരു 8-10 ഡോക്ടർമാർ ഒന്നിച്ച് വന്ന് ഒന്നും കൂടെ എടുക്കാനും നോക്കലും പിന്നെ അവരുടേതായിട്ടുള്ള ചർച്ചകളും പിന്നെ ഇതുവരെയുള്ള ടെസ്റ്റിൻ്റെ പിന്നെ റിസൾട്ടും എല്ലാം നോക്കി അതിന് ശേഷം എന്നോട് പിന്നെ അന്ന് വന്നിട്ട് രാത്രി വന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ RCCക്ക് വിടണമെന്ന് പറഞ്ഞു. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഇനി വേണ്ടത് അതാണ്, ഓപ്പറേഷൻ ചെയ്താൽ ഒന്നും കാര്യമില്ല. മാത്രമല്ല ആൾ പിന്നെ ലെൻസിനാണ് ബാധിച്ചിട്ടുള്ളത്. ലെൻസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തം പോയിക്കാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ടെസ്റ്റിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയും കഫം കട്ട പിടിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ RCCക്ക് കൊണ്ടുപോകുന്നു, ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പോൾ ആംബുലൻസിൽ വിളിക്കാനൊന്നും പാകില്ല. അപ്പം ഇതേപോലെ ഷോപ്പിൽ തയ്ക്കാൻ കൊണ്ടുവന്നിരുന്നു ഒരു ടീം കല്യാണ വർക്ക്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ സംഭവിച്ചത്. അപ്പം ഞാൻ ആ ഷോപ്പിൽ സാരി ബ്ലൗസ് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ടീമുകൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് അർജൻറ്റായി സീരിയസ് ആയിക്കാക്ക്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതാണ്, അപ്പോൾ ഒരു തരാനും മാർഗ്ഗമില്ല, ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തിരിച്ച് വരാൻ പറ്റുമെന്ന്, അപ്പം നിങ്ങൾക്ക് തയ്ച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചാൽ ഷോപ്പ് അടച്ചിട്ടിരിക്കണം. അവർ പറഞ്ഞു അങ്ങനെയാണോ? അപ്പം അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറില്ലേ കല്യാണമല്ലേ, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാങ്ങി അസുഖമല്ലേ, പെട്ടെന്ന് വന്നതല്ലേ, ഇതൊന്നും പാല് വരുത്തുന്നതല്ലല്ലോ, അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ആൾ ഉള്ളതെന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്താണ്, റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അവരെല്ലാവരും കൂടെ വന്നു ഉണ്ണിയിൽ. അപ്പോൾ ആ വണ്ടിയായിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോയി, അവരെന്നെ കൊണ്ടുപോയി. അവരുടെ കൂടെ ഞാൻ എൻ്റെ മൂത്ത നാത്തൂനും ഒക്കെ ആയിട്ട് പോയി RCC പോയി. അങ്ങനെ അവിടെ അഡ്മിറ്റ് എടുക്കുന്ന, അവിടുത്തെ കഥകളൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ അവിടെ അഡ്മിറ്റ് എടുക്കാൻ തന്നെ നമ്മൾ പിന്നെ അപ്പോയിൻമെൻറ്റ് വാങ്ങണമെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് ഏറ്റവും പാവപ്പെട്ട ലെവലിൽ നമ്മൾ നിന്നെങ്കിൽ നമ്മളെ ഫേസ് കണ്ടാൽ പോലും അവർക്ക് പണക്കാരാണെന്ന് തോന്നിയിട്ട്, നമ്മൾ പിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളെ ഫേസ് കണ്ടിട്ടും നമ്മളെ ശരീരം കണ്ട് ഘടനം കണ്ടിട്ടാണ് അവർ കാറ്റഗറി പാസ്സാക്കുന്നത്. അങ്ങനെ എന്താ പറയുക, എൻ്റെ മൂത്ത നാത്തൂനെ പിന്നെ എൻ്റെ മരുമോനെ കൂടെയാണ് ആട് കയറ്റിയത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് കാറ്റഗറിയിലാണ് തന്നത് നമുക്ക്. അപ്പോഴും നമ്മൾ ക്യാഷ് അവിടെ എല്ലാ കാര്യത്തിനും ക്യാഷ് കെട്ടേണ്ടി വന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെ ഇക്കാക്ക് റേഡിയേഷനാണ്, ഒരു 9 ദിവസത്തെ റേഡിയേഷൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഞാനും അവരൊക്കെ അങ്ങോട്ട് തിരിച്ചു പോന്നു. ഞാനും എൻ്റെ ഇളയ അനിയനും മാത്രം അവിടെ നിന്ന്. അങ്ങനെ ഞാനും പിന്നെ അവനും കൂടെ വേറെ റൂം എടുത്തിട്ട് താമസിക്കുക. ദിവസം രാവിലെ വരും പോവും, ഭക്ഷണം കൊടുന്നു കൊടുക്കും, പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ. മെസ്സ് ഉണ്ടെങ്കിൽ പോലും നല്ല ഭക്ഷണം പിന്നെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, രുചിയുള്ളത്. മെസ്സിൽ അവർക്ക് പറ്റിയത് എരിവും കുറഞ്ഞതും
അങ്ങനെ ടേസ്റ്റൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് അവിടുന്ന് കൊടുക്കുക. അതൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം. ലാസ്റ്റ് സ്റ്റേജാണ്. എന്താ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ. അപ്പോൾ ഇക്കാക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല എന്നറിയില്ലേ. അപ്പോൾ ഇക്കാക്ക് ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പറഞ്ഞേ, ഇത് നല്ല രസമുള്ള ഹോസ്പിറ്റലാണല്ലോ, റോസ് കളറ്, റോസ് യൂണിഫോം. ഞാൻ ഇവിടുന്ന് എന്തായാലും ഇനി രക്ഷപ്പെടും, നടന്നിട്ട് പോകാമല്ലോ നമുക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നടന്നിട്ട് പോവാം. അപ്പോൾ ഒരു കാല് വലിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാ ഈ ഹോസ്പിറ്റലൊക്കെ വലിച്ചിട്ടാണ് അവിടുന്ന് നമ്മൾ തോൾ പിടിച്ചിട്ടാണ് കൊണ്ടു നടന്നിരുന്നത്. ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പം റേഡിയേഷൻ ചെയ്യലെടുത്തിയപ്പം 2 കാലും നഷ്ടപ്പെട്ടു. 2 കാലിന് ശക്തിയും പോയി, അരയ്ക്ക് താഴെ തളർന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ചുരുക്കം പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഞങ്ങൾ വന്ന് തിരിച്ച് കൊണ്ടുവന്ന് 9 ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് പിന്നെ പാലിയേറ്റീവിൽ, കാരുണ്യ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് പാലിയേറ്റീവിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചാൽ മതി നന്ദി. അവന് ഇവിടുന്ന് ഇവരെ ട്രീറ്റ്മെൻറ്റായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സീരിയസ് ആകുമ്പോൾ പിന്നെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്, അവരും റൂം നമുക്ക് അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ചികിത്സ ആണെങ്കിൽ പാലിയേറ്റീവ്. പിന്നെ വലിയ വലിയ ഗുളികൾ ചിലതൊക്കെ വാങ്ങേണ്ടി വരും, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. അരക്ക് ബെൽറ്റ് വേണം, കാലിന് ബെൽറ്റ് വേണം. കാലിന് നമ്മൾ പിന്നെ കാല് മേടിച്ചിരുന്നു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിക്ക്, പിന്നെ ഫിസിയോതെറാപ്പി, അതിൻ്റെ 2 ഫ്രണ്ട്സുകൾ, അവരൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടും ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അന്ന് ആ കാലം കഴിഞ്ഞിരുന്നത്. പിന്നെ ആ സമയത്തും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഷോപ്പിൽ. അപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിനെ ഞാൻ സ്റ്റാഫായിട്ട് നിർത്തിയിരുന്നു. അവർ നല്ല ഹെൽപ്പായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവർക്കുള്ള കമ്മീഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തണ്ട നമുക്ക്. വീട്ടു ചിലവ്, വാടക, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതിൽ വാടക പിന്നെ 10 മാസത്തത് പിന്നെ ഞങ്ങളെ വാടക ഓണർ വേണ്ടെന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടെ ഇവിടെ പിന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നിരുന്നത്. പോളിയിലെ കുട്ടികൾ, അതുപോലെ പല പിന്നെ ഈ കമ്മിറ്റി അംഗങ്ങൾ, പല ആൾക്കാരും വന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇക്കാനോട്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 2 പെൺകുട്ടികളാണ് ഒരേ സ്റ്റേജിൽ നിൽക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഭാര്യയും ചെറുപ്പക്കാരിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീടില്ല. അപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ ആഗ്രഹം, ഇങ്ങനെയുള്ളൊരു വീട്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ആരായാലും നിങ്ങൾക്കത് ചെയ്തു തരും. ഇവരെ ഇങ്ങനെ എടുക്കുമ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടല്ലേ. ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റൂമാണ്, ഒരു കയറുന്ന ഒരു റൂമും ഒരു ചെറിയ വരാന്തയും, ബസ് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു അടുക്കളയും. അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇതിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കിടത്തിയിട്ട്, എന്ന് വെച്ചാൽ എയർ ബെഡ്, വാട്ടർ ബെഡ് ഓരോ ദിവസം മാറ്റി ഇടണം. ഒരു ദിവസം അതിൽ കിടന്നാൽ അസ്വസ്ഥത വന്ന് പിറ്റേ ദിവസം അത് മാറ്റി വേറെ ഇടണം. അപ്പോൾ ഇതിന് ഇങ്ങനെ കോരിയെടുത്ത് ചെയറിൽ കിടത്താൻ പറ്റുള്ളൂ, ഇരുത്താൻ പറ്റില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ വാരിയിട്ട് കൊടുക്കുമ്പോഴും ആളെ പിന്നെ 3-4 ബെൽറ്റ് ഇട്ടിട്ട് വേണം ചാരി ഇരുത്താൻ. അപ്പോഴേക്കും ആളിങ്ങനെ ഇങ്ങോട്ട് മുഖം കുത്തിയിട്ട് വീഴും ചോറ്റിലേക്ക്. അതായത് ഇവിടുത്തെ ഭാഗമൊക്കെ ശക്തി കുറഞ്ഞിട്ട്. അന്ന് മേടിച്ച കട്ടിലുള്ളത് കാരണം ആ കട്ടിലുമ്പോൾ തന്നെ ടോയ്ലറ്റിൽ കിടത്തിയിട്ട് കൊണ്ടുപോകലും ഒക്കെ അതിനും പരസഹായം ഇല്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. ആദ്യമൊക്കെ പിന്നെ പല ആൾക്കാരും എൻ്റെ ആങ്ങൾ തന്നെ, അതുപോലെ അവരെ പിന്നെ പെങ്ങളെ മക്കളെ അവരവരൊക്കെ സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പലരും ഫോൺ ചെയ്ത് വിളിക്കലായിരുന്നു. കാരണം നല്ല ഹൈറ്റുള്ള ആളാണ്, ഹൈറ്റ് ഉണ്ട്. അതിനനുസരിച്ച് അത്യാവശ്യം ഞങ്ങൾ ചികിത്സ ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുത്ത് നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ കുട്ടികൾക്ക് പൊന്തില്ല. ആളങ്ങണ്ട് ഇങ്ങനെ മലത്തി കൊണ്ടുവന്നിട്ട് വേണം. നല്ല പെയിനാണ്, നല്ല പെയിനാണ്. ഞാൻ കണ്ട ക്യാൻസർ, അറിഞ്ഞ ക്യാൻസർ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. ഭയങ്കരമായിട്ട് RCC എന്നൊക്കെ ഞാൻ ഒരുപാട് ഇതുവാ ചെയ്തിട്ടുണ്ട്. RCC പിന്നെ കാരണം വാച്ച്മാനായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിടന്നാൽ കിടത്തം കിട്ടില്ല, ഉറക്കം കിട്ടില്ല. പിന്നെ രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ ഓട്ടോക്ക് പൈസ കൊടുക്കണ്ടേ, അതിന് പകരം രാവിലെ എണീച്ച് ഞാനും അനിയനും ഓടും ഈ ഹോസ്പിറ്റലിലേക്ക്. ഇത്ര ടൈമുണ്ട് അവിടെ, ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മളവിടെ എത്തണം. അവർ നമ്മളെ കയറ്റുന്ന സമയത്താണ് കയറണം. പിന്നെ നമുക്ക് ചാൻസ് ഇല്ല. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ആയിട്ട് വരണം. പിന്നെ ഹോട്ടലിൽ കിട്ടുന്നത് എന്തെങ്കിലും നല്ല വില കൊടുത്ത് വാങ്ങണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കണം. ബാക്കി എല്ലാ പണിയും അവർ കഴിച്ചിട്ടുണ്ടായിരിക്കും. കുളി നനയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പല്ല് തേച്ച് കൊടുക്കണം. പിന്നെ മൂത്രം ഒഴിവാക്കാനുള്ളതുണ്ടാവും, യൂറിന് അത് ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. ഒന്നും സംസാരിക്കാൻ പോലും നേരം കിട്ടില്ല. അപ്പോഴേക്കും ഡോക്ടർമാർ വന്നിട്ട് നമ്മളെ പുറത്താക്കും. അപ്പോഴേക്കും മരുന്ന് എഴുതിയിട്ട് തന്നിട്ടുണ്ടാവും, അത് വാങ്ങി കൊടുക്കുക. ബസ് നമ്മളപ്പം തന്നെ തിരിച്ചു പോകണം റൂമിലേക്ക്. വല്ലാത്തൊരവസ്ഥയാണ്. ഞാനത് പല സമയത്തും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഇക്കാരണ്ട് തന്നാൽ മതിയായിരുന്നു, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം. എന്തിനപ്പം ഇങ്ങനെ. അതിൽ പല ആൾക്കാർ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം അവിടെ കിടക്കുന്നത്. കാരണം അവിടെ കിടന്നതിനാൽ അരക്ക് താഴെ അവിടെ പറ്റ പോവുകയും ചെയ്തു. പിന്നെ ആൾക്കാണെങ്കിൽ എപ്പോഴും നിന്നെ കാണണം, സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആൾക്കുണ്ട്. അപ്പം അത് കാരണം പിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കണം അവിടുത്തെ എല്ലാം.
പിന്നെ റേഡിയേഷൻ്റെ സമയത്തും ഞങ്ങൾ പോകണം. രാത്രിയിലാണ് അധികം റേഡിയേഷൻ ഉണ്ടാവുക. അന്ന് നമ്മളെ വിളിക്കും, ഫോണിൽ വിളിക്കും. ഞാൻ അനിയനും കൂടെ പോകും. അവരൊന്നും വല്ലാതെ തന്നെ ഹെൽപ്പ് ചെയ്യില്ല, ആരും ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാൻ. ഞങ്ങൾ തന്നെ വലിച്ച് കൊണ്ടുപോകണം, സ്ട്രെച്ചറിൽ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം, റേഡിയേഷൻ കഴിച്ചിട്ട് കൊടുന്ന് കിടത്തണം. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു, അവസ്ഥയായിരുന്നു കേട്ടോ. വീട്ടിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഓരോരുത്തരുടെ സഹായം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് തന്നെ അള്ളാഹു ഒരു കഴിവ് തന്നതാണോ അല്ല ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് ആയതാണോ എന്തോ ഒന്നറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കലെടുത്തു. ഞാൻ നല്ലപോലെ ഒറ്റയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോകും ആളെ. അതുപോലെ കെടുത്തിയെല്ലാം കഴിച്ച് അതുപോലെ ഒന്നിക്കൊന്നിനാടം കുളിപ്പിക്കും, തുടച്ചു കൊടുക്കും. ചില ദിവസം തുടച്ചെടുക്കലാവും, ചില ദിവസം കുളിപ്പിക്കലാവും. മുടിയൊക്കെ വാർന്നു കൊടുക്കും, പിന്നെ നല്ല രീതിയിൽ മീശയൊക്കെ വെട്ടി കൊടുക്കും. അങ്ങനെയൊക്കെ പിന്നെ നോക്കി 20 വർഷം, 35 വയസ്സ്, 36ാമത്തെ വയസ്സിൽ ഞാൻ വിധവായി. ഒരിക്കലും നമ്മളാരും ചിന്തിക്കണില്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഒരുപാട് അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വേദന സഹിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മോർഫിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ഞങ്ങൾ കൊടുക്കുക, പെയിനുള്ള. പക്ഷെ അതൊന്നും ഏൽക്കൂലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ക്യാൻസറാണ് എനിക്ക് എന്നുള്ളത് ഇക്കാക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർ മോള് നിൽക്കുന്നത് ഒരു ക്ലിനിക്കിലാണ്, വേറൊരു മോള് നിൽക്കുന്നത് വേറൊരു ക്ലിനിക്കിലാണ്. അപ്പം 2 ഡോക്ടർമാർ ഇടയ്ക്കൊക്കെ വരും, നല്ല കമ്പനിയാണ്, സംസാരിക്കാനുണ്ടാക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ വരും. ഒരു ദിവസം ഇതുപോലെ ഞാൻ പറഞ്ഞു, എന്നോട് എപ്പോഴും ചോദിക്കലുണ്ട് എങ്ങനെയാണെന്ന്. അപ്പം ഇക്കാക്ക് കുരുക്കളെടുത്ത് കൊണ്ടുപോകണം, വീഴ്ചയിൽ നടത്തണം. അങ്ങനെ ആയിക്കാൽ ഞാൻ എണീച്ച് നടക്കും എന്നാണ് ഇക്കാൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞങ്ങൾ പല നാടകങ്ങളൊക്കെ കളിച്ച് നോക്കി, അതൊന്നും ഏറ്റില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കുരുക്കളെ കൊണ്ടുവന്നു. കുരുക്കളോട് അവസ്ഥകളൊക്കെ പറഞ്ഞിരുന്നു, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എല്ലാം കാണിച്ചു കൊടുത്തിരുന്നു. അപ്പം കുരുക്കളും അതിന് റെഡിയായി, ഓക്കെ എന്ന് പറഞ്ഞ് അയാൾക്ക് നമ്മളെ കൊണ്ടുവരുന്ന പൈസയും പിന്നെ അയാൾക്കുള്ള ഫീ ഒക്കെ നമ്മൾ കൊടുത്തു. എന്നാലും കുരുക്കൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ കഴിയട്ടെ, ഞാൻ പറയാം, നിങ്ങളുടെ ബോഡി ഒന്ന് ബെറ്റർ ആവണമല്ലോ ഒഴിയണമെങ്കിൽ. അപ്പം ഞാൻ പറയാം. അപ്പോൾ ഒരു 2 മാസം തൊട്ട് പറഞ്ഞു, പറഞ്ഞു. ഈ 2 മാസം കാരണം മനസ്സിലത് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സ്വസ്ഥത തോന്നിയില്ല. പിന്നെ ഒഴിയാൻ കൊണ്ടാകാത്ത ഞാൻ എണീച്ച് നടക്കണം എന്നുള്ള പേടി കൊണ്ടാണ് നിങ്ങളെല്ലാവരും അങ്ങണ്ടാണ് ഇങ്ങണ്ടാണെന്നൊക്കെ പറയുന്നു. അപ്പം ഞാനത് ഈ മക്കൾ നിൽക്കുന്ന ഡോക്ടർമാരോട്, ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഒന്ന് വേലായുധൻ ഡോക്ടറാണ്, ഒന്ന് നീലി മെമ്മോറിയൽ, ഒന്ന് അബ്ദുറഹ്മാൻ ഡോക്ടറാണ്. അപ്പം സാറ് വന്നിട്ട്, അബ്ദുറഹ്മാൻ ഡോക്ടർ വന്നിട്ട് ഇതുപോലെ കാണാൻ വന്നതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ ആളെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് എപ്പോഴും പറയല്ലേ. അപ്പോൾ പറഞ്ഞു കൊടുക്കണം. അപ്പം എന്നോട് പറഞ്ഞ് രോഗി കുറച്ചൊക്കെ അറിയുന്നത് നല്ലതാണോ എന്ന് പറഞ്ഞു. ഞാൻ പറയണ്ട, പാവല്ലേ, അത് പ്രതീക്ഷയോടെ നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ മനസ്സ് വിങ്ങുകയാണ്. നമ്മളെ ഇക്കാൻ്റെ അവസ്ഥ നമുക്കറിയാം, പക്ഷെ ഇക്കാക്ക് അത് അറിയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇക്കാനോട് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ ക്യാൻസറാണ്, ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കണം. എന്നിട്ടും ആ ഭാര്യ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ സഹിക്കുന്നത്, ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. അവളോട് ഇനിയും നിങ്ങൾ ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ഇത്രയും സഹിച്ചിട്ട് നിങ്ങളോട് പറയാതെ ഇത്രയും സഹിച്ച് നിന്നില്ലേ, ഞാൻ നോക്കണില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം BP പറ്റ ലോ ആയി, 30-35. അങ്ങനെ ആംബുലൻസ് വിളിച്ചിട്ട് കൊണ്ടുപോകണം. അതിൽ എഴുതി ഒപ്പിടിപ്പിക്കുന്നുണ്ട് ഡോക്ടർമാർ, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളതിലായി. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ മോട്ടിവേഷൻ കൊടുത്തു, ചെവിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു, ഉപ്പിട്ട വെള്ളം കൊടുത്തു, ട്രീറ്റ്മെൻറ്റ് നടത്തി. കുടുംബം മൊത്തം വന്ന് കരച്ചിലാണ്, ഫുള്ള് ചുറ്റും കരയാണ്. ഞാൻ പറഞ്ഞെടുത്ത് ഇവരെ കരച്ചിലൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ആ ടെൻഷൻ വന്ന ഒരു BP ഇതായതാണ്, വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് ഇനിയും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സമയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ആൾ നോർമൽ സ്റ്റേജിലേക്ക് വന്ന് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഇങ്ങനെ 5-6 മാസത്തോളം ഞങ്ങൾ ഇങ്ങനെ തന്നെ പണി, ഹോസ്പിറ്റലിൽ തന്നെ. 5-6 മാസമല്ല, 11 മാസം കിടന്നു. 12ാമത്തെ മാസം, അതായത് 1 വർഷം ഉള്ളിൽ ഒക്കെ കിടന്നു. അപ്പോൾ 11 മാസം തന്നെ പണി. പക്ഷേ 6 മാസം ഞാൻ വീട്ടിൽ ശരിക്കും ഇരുന്നിട്ടില്ല. കൊണ്ടുവന്ന് ഒരു 3ൻ്റെ അന്ന് പിന്നെയും കൊണ്ടുപോകും, പിന്നെയും കൊണ്ടുവരും, പിന്നെയും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ. അങ്ങനെ ആയിട്ടുള്ള കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് പിന്നെ പോകുന്നത് നോർമൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് മോളെ, ഈ ഇളയ മോളെ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണമായിട്ടൊന്നുമില്ല, കൂട്ടിക്കൊണ്ടുപോയി അവർ വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പയ്യൻ വന്നിരുന്നു, അപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി വരുമാനം വന്നിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു ചെറിയൊരു കല്യാണം പോലെ ആക്കി അവനെ കൊണ്ടുപോയി. അന്ന് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് സൽക്കാരൊക്കെ ഉണ്ട്. അതിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല, ആരും കണ്ടിട്ടില്ല. മോളെ വീട് എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഈ ലോകത്താണ് അന്നോട്ട് ഇന്ന് വരെ. അപ്പം അവിടെ ആരെങ്കിലുമൊക്കെ പോകണ്ടേ എന്ന് എല്ലാവരും പറഞ്ഞു, ഉമ്മയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ, ഉമ്മ, നാത്തുമാരും മറ്റുള്ളവരൊക്കെ അന്ന് അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോയി. അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് അത് ടെൻഷൻ കയറി, സുഖമില്ലാതായി. അപ്പം എന്നോട് പറഞ്ഞ്, കുഴപ്പമില്ല, അവരൊക്കെ പോയിക്കോട്ടെ, നമുക്ക് 2 കൂടെ പോവാം. ഞാൻ പറഞ്ഞു, അതാണ് നല്ലത്, ഓരൊക്കെ ഇങ്ങനെ പോയിട്ട് വരട്ടെ, നമ്മൾ 2 കൂടെ
ഒറ്റയ്ക്ക് പോവാം, അതാണ് നല്ല രസം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സുഖമില്ലാതാവുന്നത്. പിന്നെ ടോയ്ലറ്റിൽ പോക്കും വരവും ഒക്കെ ആയിട്ട് ആ തീരെ വയ്യാത്ത ആൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ ഇരിക്കണമെന്ന്, അതുവരെ കട്ടിൽ കിടന്നിരുന്ന ആൾക്ക് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് പോകണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞ് അതാവുമ്പോഴേ വൃത്തി അതിൽ പോവുള്ളൂ. ലാസ്റ്റത്തെ ദിവസമാണ് അന്ന് ഞാൻ 2 തോളും പിടിച്ച് എൻ്റെ ഇതിങ്ങനെ മേത്തിട്ടിട്ട് ശരീരത്തിന് ബാക്കിൽ വലിച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല, കൊണ്ടുപോയി ടോയ്ലറ്റിലിരുത്തി. അവിടെ ഞാൻ പിടിച്ചിരുന്നു, ഞാനവിടെ താഴ്ത്തിയിരുന്നു, ഇക്കൻ്റെ മേലും ഇങ്ങനെ പിടിച്ചിരുന്നു. അങ്ങനെ ഇരുത്തി കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ ആൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ദാവലെടുത്തി. അപ്പോൾ വേഗം ഞങ്ങൾ അസുഖം കൂടുതലാണെന്ന് തോന്നിയിട്ട് പിന്നെ വണ്ടി പിടിച്ച് കൊണ്ടുപോകണം. പിന്നെ അവിടുന്ന് ആൾ ഇതായി പോയി. പിന്നെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു മരണപ്പെട്ടതൊക്കെ. അപ്പം ഇതാണ് ഇക്കൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അന്ന് ആൾക്കാർ കാണാൻ വന്ന ഫ്രണ്ട്സുകളോടൊക്കെ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള വാക്ക്, ഇനി ആരും സിഗരറ്റ് വലിക്കരുത്, സിഗരറ്റ് വലിച്ചിട്ടാണ് എനിക്കിങ്ങനെ വന്നത്. പക്ഷേ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മകള് കല്യാണം കഴിഞ്ഞ്, 2ാമത്തെ മകളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തൗഫീഖ്, ഇനിയെങ്കിലും നമ്മൾ പെരലടങ്ങി നമ്മളെ കാര്യത്തിനൊക്കെ ഒരു പെരുന്നാൾ ഒരു പിന്നെ വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടി കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊന്നും ആൾ ബിസി 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 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി കളിക്കില്ല. അപ്പം എല്ലാവരും പറയും, ആളിയന്മാർ പിന്നെ ആങ്ങളാരും മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ പറയും പണിക്കാരെ കൂട്ടിയിട്ട് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ബിസിയാണ്, എപ്പോഴും ബിസിയാണ്. അപ്പോൾ ഒരു പരിപാടിക്കും ഒത്തിട്ട് എല്ലാവരും കൂടെ ഒത്ത് ഇതിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവില്ല, അല്ല ചിലപ്പോൾ വരികയാണെങ്കിൽ തന്നെ ലേറ്റായിട്ട് എല്ലാവരും ചോറ് നല്ല കഴിഞ്ഞിട്ടോ ഒക്കെ എത്തുള്ളൂ. ബിസിയാണെന്ന് പറഞ്ഞിട്ട് ഓടി കളിക്കലാണ്. അത്രയും തിരക്കാണ് ഇതായിരുന്നത്. അപ്പം ആൾക്ക് തന്നെ അറിയാം ഇത് പിന്നെ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഇതായിട്ടുണ്ട്. കുറേ വെച്ചാൽ കുറേ മനസ്സ് മാറി പിന്നെ ജീവിതത്തേക്ക് വന്നു. കുറേ പഴയ ചിന്തകളൊക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നെന്നും എല്ലാം തിരിഞ്ഞും എല്ലാം വന്ന് പ്രായശ്ചിത്തം ചെയ്ത് തൗബ ചെയ്ത് നല്ല റാഹത്തായിട്ടുണ്ടാണ് പിന്നെ ആൾ പോയിട്ടുള്ളത്. എന്തായാലും ആഖിറം വിളിച്ചാക്കി കൊടുക്കട്ടെ അല്ലാഹു. ക്യാൻസർ പേഷ്യൻറ്റിന് ഏറ്റവും ഞാനിപ്പോൾ നാളും പറഞ്ഞിരുന്നു ജസിയാൻ്റെ കാര്യത്തിൽ, ക്യാൻസർ പേഷ്യൻറ്റിന് ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചികിത്സിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. പണം നഷ്ടം, സമയം നഷ്ടം, നമുക്ക് അവരും നഷ്ടം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട ക്യാൻസർ, ഞാൻ അറിഞ്ഞ ക്യാൻസറിൽ എനിക്ക് പറയാനുള്ള അനുഭവമാണ്. കാരണം കഴിയുന്നതും അവർക്ക് കൊടുക്കാവുന്ന എത്രമാത്രം സ്നേഹം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അത്രയും സ്നേഹം കൊടുക്കുക, സാന്ത്വനം കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അവർക്ക് വേണ്ടതൊക്കെ പറ്റാവുന്ന നമ്മളെ കൊക്കിൽ നമ്മളെ അവസ്ഥക്കനുസരിച്ച് പറ്റാവുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അതിനൊരു പരിധിയില്ലാതെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനോടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒക്കെ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും പോയി ലാസ്റ്റ് അവർ നമ്മളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഒരു ഇത് പറയണം, ഇപ്പോൾ ആഷിക്കിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ജാസിയാനെ കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം പിന്നെ ലാസ്റ്റ് എടുത്തു കൊടുക്കുമ്പോൾ. പക്ഷേ എൻ്റെ ഇക്കാൻ്റെ എന്ന് പറയുമ്പോൾ ഇക്കാൻ്റെ അങ്ങനെ നമ്മൾ പറഞ്ഞത് കാരണം അവർ തിരിച്ച് തന്നിട്ട് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇരിക്കുന്നത്, ആളടുത്ത് തന്നെ എല്ലാ ഇതും ചെയ്തു കൊടുക്കാനും പറയാനും ചെയ്യാനും ആക്കാനൊക്കെ തലോടാനും യാസിനോദാനും അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് എപ്പോഴും അസുഖം വന്നാൽ ഓതിക്കൊണ്ട് ഖുർആനും ഇതൊന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഖുർആൻ ഇതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ സുഖക്കേട് വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ്, ഒരു ആശ്വാസം ആൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലൊക്കെ ദിവസം മനസ്സിൽ ഓതിയിട്ട് വെള്ളം കൊടുക്കും, ഊതി കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ആശ്വാസം, ഓത് എന്ന് പറയുന്നോട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ പുള്ളിക്കാരനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഇന്ന് എവിടെ നോക്കിയാലും ക്യാൻസറാണ്. ചെറിയ പൈതലിന് മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇത് തന്നെയാണ്. നമ്മൾ പറയും പാപം ചെയ്തിട്ടാണെന്ന്, പലരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റ് ചെയ്തിട്ടാണ് പാപം ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന്. അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. നമുക്ക് ഒരു പരീക്ഷണമായിട്ട് റബ്ബ് തരുന്നതാണ്. എല്ലാവരും അള്ളാഹു ഇതുപോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബറും അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പിന്നെ ഞാനിത് പറഞ്ഞതിൽ ഇന്ത്യക്കാരെ പറ്റിയിട്ട് എന്തെങ്കിലും വേറെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാം.